ഹലോ എവ്രി വൺ. സോ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി SCU. സോ ഈ ഒരു വീഡിയോ ഇത്രയും തിരക്ക് പിടിച്ചിട്ടാണ് മെയിൻ റീസൺ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 2 years ബാക്ക് ഈ സമയത്ത് ഞാൻ ഒരുപാട് ഈ യൂണിവേഴ്സിറ്റിയെ പറ്റിയും അതേപോലെ ക്ലാസ്സസ് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരുപാട് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിരുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ടൈം ആയിരിക്കും അത്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ കാരണം. അപ്പം ഞങ്ങൾ ഇവിടുത്തെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഫൈനൽ എക്സാം കഴിഞ്ഞുകൊണ്ട് തന്നെ വെക്കേഷൻ കഴിഞ്ഞാൽ ശരിക്കും തേർഡ് ഇയർ ആയി. അപ്പോൾ ഈ വീഡിയോൻ്റെ എയിം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ യൂണിവേഴ്സിറ്റി ഒന്ന് കാണിക്കുക, അതേപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഈ യൂണിവേഴ്സിറ്റിനെ പറ്റി തരാം, എങ്ങനെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. സോ ഗൈസ്, ഇതാണ് യൂണിവേഴ്സിറ്റി ന്യൂ ബ്ലോക്ക് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ക്ലാസ്സസ് ഉണ്ടാവാറുള്ളത്. 9th ഫ്ലോറിലാണ് ഇവിടെ ലൈബ്രറി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ നൈറ്റ് 11 മണി വരെയാണ്. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അക്കാഡമിക് രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഏത് പ്രൊഫസറിനെ വേണമെന്നുള്ളതും അതേപോലെ തന്നെ ഏത് ടൈമാണ് വേണമെന്നുള്ളതും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കുറേ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ മെഡിസിൻ തന്നെയാണ് പഠിക്കുന്നത്. ബട്ട് ഇവിടെ അതല്ലാണ്ട് തന്നെ ഡെൻറ്റൽ, മെഡിസിൻ, നഴ്സിംഗ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കുറേ ഓപ്ഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ MBBS കോഴ്സ് വരുന്ന ടോട്ടൽ 6 years ആണ്. അപ്പോൾ അതിൽ ഞങ്ങൾ 2 years ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 2 years ഞങ്ങൾക്ക് കൂടുതലും തിയറി തന്നെയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് കൂടെ ക്യാപ്സ് ഉണ്ടായിരുന്ന ക്ലിനിക്സും കാര്യങ്ങളൊക്കെ പഠിക്കാനും ചെയ്യാനൊക്കെ ആയിട്ട്. ആൻഡ് ഇനി ഞങ്ങൾ തേർഡ് ഇയറിലേക്ക് കടക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ മാർക്കിംഗ് സ്കീം കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ആ സബ്ജക്റ്റ് പാസ്സാവാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഫൈനൽ എക്സാം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതിന് നമുക്ക് ഇവിടെ മിഡ് ടേമിന് 1/2 മാർക്ക്, അതാണ് മിനിമം മാർക്ക്. അതിൻ്റെ കൂടെ തന്നെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് 40ൽ 20 മാർക്സ് മിനിമം വേണം. എന്നാൽ മാത്രം നമുക്ക് ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു സെമ്മ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 4th വീക്ക് മുതൽ ക്വിസുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ക്വിസിൻ്റെ മാർക്കും ടെസ്റ്റുകളുടെയൊക്കെ മാർക്ക് വെച്ചിട്ടാണ് ടീച്ചേഴ്സ് ഇവിടെ മാർക്ക് ഇടുന്നത്. ആൻഡ് നമ്മളതിൽ മിനിമം 20 സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് ഫൈനൽ എക്സാമിൽ എഗെയിൻ നമുക്ക് പാസ് ആവണമെങ്കിൽ ഔട്ട് ഓഫ് 40 20 മാർക്കൊക്കെ വേണം. 1/2 മാർക്കിനോട് പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് ഫൈനൽ എക്സാം മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം, എന്നാലും നമുക്കിവിടെ പാസ്സാവാൻ പറ്റുള്ളൂ. അത് കൂടാണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ FMG ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. വീക്ക്ലി ക്ലാസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് FMGക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് യൂണിവേഴ്സിറ്റി തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലാസ്സിന്. സോ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഒപ്പീനിയൻ പറയുന്നതാണ്. ഇവിടെ ഈവനിങ് ക്ലാസ് ആണ് കൂടുതൽ സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. യൂണിയിലൊക്കെ ആ സമയത്താണ് കുറച്ച് തിരക്കുണ്ടാവുക. ചിലപ്പോൾ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു വരാം. അതൊക്കെ നമ്മൾ ഓപ്റ്റിൻ്റെ രീതി അനുസരിച്ചിരിക്കും. പിന്നെ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒന്നുമല്ല. സോ നമ്മൾ അക്കാഡമിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നോക്കിയും കണ്ടൊക്കെ ചെയ്യണം. പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട രീതിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷെഡ്യൂൾ നമ്മൾ നോക്കിയെടുക്കണം. എനിക്കങ്ങനെ ഒരു പ്രിഫർ ടൈമിംഗ് ഒന്നുമില്ല. എല്ലാം എടുക്കാറുണ്ട്. നൈറ്റും മോർണിംഗ് ഒക്കെ ക്ലാസ്സസ് എടുക്കാറുണ്ട്. കാരണം നമ്മളുടെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഈ മെഡിസിൻ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സംഭവമാണ്. നൈറ്റ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലൊക്കെ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണിത്. സോ ഇറ്റ്സ് ഓക്കെ ഫോർ മീ. ഫ്യൂച്ചറിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രിഫേർഡ് ടൈമൊന്നും അവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ട്രെയിൻഡ് ആണ് നല്ലതാണ്. ഇവിടെ ലൈബ്രറി, കഫേ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ, കാരണം ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിള്ളേരൊക്കെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞു. സോ അതാണ് പിള്ളേരൊക്കെ ഭയങ്കര കുറവ് ഇവിടെ കാണുന്നത്. ആൻഡ് ഈ ഒരു യൂണിറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇവിടെ ഒക്ടോബറിൽ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു ഔട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.